ഓക്കെ, ഇത് സിംപ്ലിഫിക്കേഷനെ ബേസ് ചെയ്ത് CGL ടയർ 2 2022 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, CGL ടയർ 2 2022 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാം, 99 വില 199 190 പ്ലസ് 99 13/99 അപ് ടു 99 67/99. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ 11 13 15 അപ് ടു 67 അല്ലേ, എല്ലാം ഓഡ് നമ്പേഴ്സ് ആണ് വരുന്നത്. എല്ലാം ഓഡ് നമ്പേഴ്സ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 11 തൊട്ട് 67 വരെ എത്ര ഓഡ് നമ്പർ ഉണ്ടെന്ന് കണ്ടുപിടിച്ചാൽ ഇത് എത്ര ടേം ഉണ്ടെന്ന് നമുക്ക് കിട്ടും. ഓക്കെ, 11 തൊട്ട് 67 വരെ. ഓക്കെ, ഇപ്പോൾ nth ഓഡ് നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2n-1 ആണ്. അതായത് രണ്ടാമത്തെ ഓഡ് നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഇൻറ്റു എന്നിൻ്റെ സ്ഥാനത്ത് 2 -1. ഓക്കെ, അപ്പോൾ 3 കിട്ടും. അപ്പോൾ nth ഓഡ് നമ്പറാണ് 67. nth ഓഡ് നമ്പറാണ് 67. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 68, 2n 68, എന്നിൻ്റെ വാല്യൂ 34. അതിനർത്ഥം 1 തൊട്ട് 67 വരെ 34 ഓഡ് നമ്പർ ഉണ്ടെന്ന്. 1 തൊട്ട് 67 വരെ 34 ഓഡ് നമ്പർ ഉണ്ട്. നമുക്ക് 1 തൊട്ട് 67 വരെ വേണ്ട അല്ലേ, 11 തൊട്ട് 67 വരെ മതി. ഞാൻ അപ്പോൾ ഇതിന് തൊട്ട് മുമ്പ് 9 വരെ എടുത്തു. 9 എന്ന് വെച്ച് കഴിയുമ്പോൾ നമുക്കറിയാം അഞ്ചാമത്തെ ഓഡ് നമ്പർ. 9 എന്ന് പറയുമ്പോൾ അഞ്ചാമത്തെ ഓഡ് നമ്പർ. 9 എന്ന് പറയുമ്പോൾ അഞ്ചാമത്തെ ഓഡ് നമ്പറാണ്. അപ്പോൾ ഇത് മൊത്തം എത്ര ടേം ഉണ്ടാവും? 34 - 5 34 - 5 29 ടേം ഉണ്ടാവും. മൊത്തം 29 ടേം ഉണ്ടാവും. ഇത് മൊത്തം 29 ടേം, അതായത് ഇങ്ങനത്തെ 29 ടേം. ഇനി എളുപ്പമാണ്, ഇനി കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് 29 ടേം. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതിനെ ജസ്റ്റ് ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ 99 പ്ലസ് 11 99 ഇങ്ങനെ എഴുതാം. അതുപോലെ രണ്ടാമത്തെ 99 13 99 ഇങ്ങനെ എഴുതാം അല്ലേ, അപ് ടു 99 പ്ലസ് 67 99. ഓക്കെ, അപ്പോൾ 99 എന്ന് പറയുന്നത് 29 പ്രാവശ്യം ഉണ്ടാവും. കാരണം നമ്മൾ നമ്പർ ഓഫ് ടൈംസ് 99 എന്ന് പറഞ്ഞ് കണ്ടുപിടിച്ചു. നമ്പർ ഓഫ് ടൈംസ് 99 എന്ന് പറഞ്ഞ് കണ്ടുപിടിച്ചു. അപ്പോൾ 29 ടൈം ഉണ്ടാവും. ഇനി എല്ലായിടത്തും ഡിനോമിനേറ്റർ 99 ബാക്കി വരുന്നതിൽ എല്ലായിടത്തും ഡിനോമിനേറ്റർ 99. ഇനി മുകളിൽ എന്താണ്? 11 തൊട്ട് 67 വരെ വരുന്ന ഓഡ് നമ്പേഴ്സിന്റെ സമ്മ്. 11 തൊട്ട് 67 വരുന്ന ഓഡ് നമ്പേഴ്സിന്റെ സമ്മ്. ഓഡ് നമ്പേഴ്സിന്റെ സമ്മ് വേറൊന്നുമില്ല, n² ഉള്ളൂ. ഒന്നാമത്തെ ഓഡ് നമ്പർ 1. അപ്പോൾ 1ന്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഓഡ് നമ്പറിന്റെ സ്ക്വയർ ആയി. ദെൻ രണ്ട് ഓഡ് നമ്പേഴ്സ്. ആദ്യത്തെ രണ്ട് ഓഡ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 1ഉം 3ഉം. ഓക്കെ, അപ്പോൾ അതിന്റെ സമ്മ് എടുത്തു കഴിയുമ്പോൾ 4 കിട്ടും. അപ്പോൾ 2² എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 4 കിട്ടും. അപ്പോൾ n ഓഡ് നമ്പേഴ്സിന്റെ സമ്മ് എന്ന് പറയുമ്പോൾ n² ആണ്. അപ്പോൾ ഞാനാണെങ്കിൽ എന്ത് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് 34-ാമത്തെയാണ് എന്ന് എനിക്കറിയാം. അപ്പോൾ 34 വരെയുള്ള ഓഡ് നമ്പേഴ്സിന്റെ സ്ക്വയറിൽ നിന്ന് ഓക്കെ 5 വരെയുള്ള, കാരണം 11 എന്ന് പറയുമ്പോൾ 6-ാമത്തെയാണ്. അപ്പോൾ 9 അതിന് മുമ്പുള്ള 5ആണ്, 9ആണ്. 5 വരെയുള്ള ഓഡ് നമ്പേഴ്സിന്റെ സമ്മ് കുറച്ച് കഴിഞ്ഞാൽ 5 വരെയുള്ള ഓഡ് നമ്പേഴ്സിന്റെ സമ്മ് കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് ആൻസർ കിട്ടും. ഇനി ഇത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. എങ്ങനെ ചെയ്യാം? ഇത് a² - b². a² - b². അതിനർത്ഥം a + b × a - b ആണ്. a + b × a - b ആണ്. ഓക്കെ, ദെൻ 99 29 കോമൺ എടുക്കാം. 29 കോമൺ എടുക്കാം. ബാക്കി പോയിട്ട് 99 പ്ലസ് 39/99. ഓക്കെ, 99ന്റെ സ്ക്വയർ നമുക്ക് വേദിക് മാത്സ് വെച്ച് നമുക്കറിയാം 100ന്റെ അടുത്ത് കിടക്കുന്ന 100-നേക്കാളും 1 കുറവാണ്. 100-നേക്കാളും 1 കുറവാണ്. അപ്പോൾ 99ന്റെ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? 99ൽ നിന്ന് 1 കുറയ്ക്കുക. അപ്പോൾ 98. 98ന്റെ കൂടെ എന്ത് ചെയ്യണം? ഒരു 0 ഒന്നും കൂടി ഇട്ടെടുക്കണം. അപ്പോൾ നമുക്ക് എന്ത് വരും? ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴുള്ള കാര്യമാണ് പറഞ്ഞത്. 99 × 99 9801 വരും. 9801 വരും. പ്ലസ് 39 വരും. ഓക്കെ, ഡിവൈഡഡ് ബൈ 19 വരും. വരും. ഇനി എന്ത് ചെയ്യുക? ഇനി നമ്മൾ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കുമ്പോൾ 29 ഇൻറ്റു ഇവിടെ എത്ര വരും? 9
9840 വരും. 9840 ഡിവൈഡ് ബൈ 99. ഓക്കെ, ഇവിടെ തന്നെ എന്നിട്ട് ഇത് മൾട്ടിപ്ലൈ ചെയ്യാം, ഈ സാധനം മൾട്ടിപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ കട്ട് ചെയ്യാം, കാരണം ഇവിടെ എല്ലാം 3 വെച്ച് താഴെ 33 അല്ലേ, താഴെ 33. അപ്പോൾ ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 8 4 12, ഇവിടെ മുകളിൽ 9, 8 4 12 9. അപ്പോൾ ഇത് 3ൻ്റെ മൾട്ടിപ്പിളാ, താഴെ 3ൻ്റെ മൾട്ടിപ്പിളാ. അപ്പോൾ മുകളിലും താഴെയും ഞാൻ 3 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇത് 33 ആവും. ഇതിന് 3 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 3, ഓക്കെ, 8ൽ 2 പ്രാവശ്യം 4, ഓക്കെ, 3280 എന്ന് പറഞ്ഞു കിട്ടും. 3280 എന്ന് പറഞ്ഞു കിട്ടും. അപ്പോൾ 3280 ഇൻറ്റു 29, 3280 ഇൻറ്റു 29 ഡിവൈഡഡ് ബൈ 33. 3280 ഇൻറ്റു 29 എത്ര വരും? 95120 വരും. 95120 വരും ഡിവൈഡ് ബൈ 33. സോ ഇതായിരിക്കും ഇതിൻ്റെ ഫൈനൽ ആൻസർ ആയിട്ട് വരാൻ പോകുന്നത്. ഓക്കെ.